യേശുവിൽ എത്രയും സ്നേഹമുള്ളവരെ, നോമ്പുകാലം 13-ാം ദിവസത്തിലേക്ക് നാം കടന്നിരിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളിൽ ആഴമായി പതിക്കുന്ന പല ഓർമ്മകളും പല കാര്യങ്ങളും കുഞ്ഞുനാളിൽ നമ്മുടെ അമ്മമാർ നമുക്ക് പറഞ്ഞു തന്നവയാണ്. അവ എത്ര പ്രായമായാലും നമ്മൾ മറക്കില്ല. കാരണം അത്രത്തോളം ആഴമായി നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുവാനായിട്ട് നമ്മുടെ അമ്മയ്ക്ക് സാധിക്കും. അമ്മയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നവയൊക്കെയും നമ്മൾ ഒരിക്കലും മറക്കില്ല. കാരണം അതിൽ സ്നേഹമുണ്ട്, അതിൽ സത്യമുണ്ട്, അതിൽ വിശ്വാസമുണ്ട്. ഈ നോമ്പ് കാലത്തിൽ കുരിശിൻ്റെ യാത്ര പിൻചൊല്ലുന്ന നമുക്ക് കുരിശിൻ്റെ വഴിയിൽ ഒരു അമ്മയെ നമുക്ക് കാണാൻ സാധിക്കും, പരിശുദ്ധ മറിയത്തെ. ആ അമ്മ സ്വന്തം പുത്രൻ കുരിശുമായി വീഴുമ്പോഴൊക്കെ ആ അമ്മയുടെ നെഞ്ച് പിടയുന്നുണ്ട്, അമ്മ വേദനിക്കുന്നുണ്ട്. കുഞ്ഞുനാളിൽ കളിക്കുന്ന സമയത്ത് പോലും കാലിടറി ഒന്ന് വീണ് കഴിഞ്ഞാൽ ഓടിയെത്തുന്ന അമ്മയുടെ മുൻപിൽ ആ മകൻ കുരിശുമായി മുന്നോട്ട് പോവുകയാണ്. കുരിശിൻ്റെ വഴിയിൽ ഓരോ സ്ഥലത്തിലും നാം ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന വാചകമുണ്ട്: പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ എന്ന്. ഇന്നേ ദിനം നമ്മുടെ പ്രാർത്ഥനകൾ ഇതാകട്ടെ. പരിശുദ്ധ മറിയത്തോടൊപ്പം ചേർന്ന് നമുക്കും യാത്ര ചെയ്തുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ തിരുമുറിവുകൾ, ക്രൂശിതനായ കർത്താവിൻ്റെ ആ തിരുമുറിവുകൾ ആഴമായി നമ്മുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആ മുറിവുകൾക്ക് നമ്മെ ശക്തിപ്പെടുത്തുവാനും നമ്മെ ദൈവത്തെങ്കിലേക്ക് നയിക്കുവാനുമായിട്ടുള്ള ശക്തിയുണ്ട്. കർത്താവായ യേശു നിങ്ങളേവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.